സിഹിർ ഇങ്ങനെ പോയി 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 അള്ളാഹുവിൻ്റെ റസൂലിന് വരെ സിഹിർ ബാധിച്ചു എന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ആ വിഷയത്തിൽ 2 കാര്യം പറയട്ടെ. ഒന്ന്, അദൃശ്യമായി അഭൗതികമായി മനുഷ്യനെ ഉപദ്രവിക്കുവാൻ മറ്റൊരു മനുഷ്യന് കഴിയുമെന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അഥവാ സിഹിർ ഫലിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കുവാനും ഉപദ്രവിക്കുവാനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. 2, ഒരാളെങ്ങനെ നോക്കിയിട്ട് അയാൾക്ക് സിഹിർ ഫലിച്ചതാണ്, കണ്ണേർ ബാധിച്ചതാണ് എന്ന് പറയണമെങ്കിൽ അദൃശ്യമറിയുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന് പറയണം. അദൃശ്യമറിയുന്ന ആളുകൾ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി ആൾക്ക് ഇസ്ലാമെന്ന് പുറത്തേക്കുള്ള ഗേറ്റ് തുറന്നെടുക്കാം. ഇവിടെയാണ് സിഹിറിൻ്റെയും അതുപോലെ കണ്ണേറിൻ്റെയും ഒക്കെ അവസ്ഥ. ഞാൻ ആ വിഷയത്തിലേക്ക് ലേശം എനിക്ക് വരേണ്ടതുണ്ട്. കാരണമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയാണോ ഇവർ പുറത്തിറക്കിയത് അതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. എല്ലാ പ്രമേയങ്ങളും അങ്ങനെയാണ്. ഒരിക്കൽ ഇറക്കി നിന്ന പ്രമേയം തിന്മക്കെതിരെ നന്മയിലേക്ക്. അന്നാണ് പള്ളി വിളിക്കാൻ തുടങ്ങിയത്. കാസർഗോഡ് പള്ളി ആദ്യം പൂട്ടി, അതിങ്ങനെ പോന്ന് കരുവന്തിരുത്തി വഴി ഇങ്ങനെ കയറി പാലക്കാട്ടെത്തിയപ്പോൾ ഒരു പള്ളി പൊളിച്ചിട്ടാണ് അവസാനിപ്പിച്ചു. ക്യാമ്പയിൻ്റെ സമാപനം പള്ളി പൊളിക്കൽ. പേരെന്താ? തിന്മക്കെതിരെ നന്മയിലേക്ക്. അത് കഴിഞ്ഞ് അടുത്ത മുതൽ ഇസ്ലാം വെളിച്ചമാണ്. ആ വെളിച്ചമാണെന്ന് പറഞ്ഞ പോസ്റ്ററിൻ്റെ കൂടെയാണ് ഈ ജിന്നും ശൈത്താനും കുട്ടിച്ചാത്തനും കരിങ്കുട്ടിയും ചേക്കുട്ടിപ്പാപ്പി എല്ലാം കൂടി ഒരുമിച്ച് ഇറങ്ങിയത്. സകല ഇരുട്ടിന്റെ മൂർത്തികളെയും ഇറക്കിയത് വെളിച്ചത്തിന്റെ പേരിലാ. മനസ്സിലായല്ലോ എന്താ പ്രമേയം? അതിന് ഓപ്പോസിറ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വേറെ സാധനം. മതം ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷ കൊണ്ട് പൊറുതി മുട്ടിയാണ് ഇപ്പം നേതാക്കന്മാരിലെ കൂടി. സ്നേഹിച്ചു കൊല്ലാന്നറിയണം, ഗുണകാംക്ഷ കൊണ്ട് കൊല്ല. പുടിക്കലി പ്രശ്നമുണ്ടായപ്പോ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചപ്പോ അവർ കൈ മലർത്തിയത് എന്തുകൊണ്ടാ? എന്താ കാരണം? അനുയായികൾ കാണിക്കുന്ന ഗുണകാംക്ഷയിൽ വീർപ്പുമുട്ടലാണ്. അങ്ങനെ ശ്വാസം മുട്ടലായി ചുമച്ച് ചുമച്ച് കൂടുകയാണിപ്പോ. ഞാൻ അവരെ കുറ്റപ്പെടുന്നില്ല. അവർ നേരത്തെ ചിലരെ അടക്കിയിരുത്തേണ്ടിയിരുന്നു. അത് ചെയ്യാത്തതിൻ്റെ പാപഭാരം ഇപ്പോൾ അനുഭവിക്കാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ ആദർശബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില കുട്ടി സഖാക്കൾ ഇറങ്ങിയപ്പോ അവരെ പിടിച്ചു കെട്ടുന്നതിന് പകരം അവരോട് പ്രതിരോധിച്ചവരെ പിരിച്ചുവിട്ടല്ലോ. അതിൻ്റെ ദുനിയാവരെ ശിക്ഷ ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് മാത്രം. ശബത്തിൽ കുത്തുന്നില്ല. മതം ഗുണകാംക്ഷനാണ്. അവസാനം ഇറക്കിയൊരു പ്രമേയുണ്ട് ഇപ്പോൾ. എന്തായിരുന്നു? അറിവ് സമാധാനത്തിന്. അതെന്ത്? ഇടക്കാലത്ത് കിട്ടിയ മുഴുവൻ അറിവും ഉണ്ടാക്കിയ മുഴുവൻ സമാധാനവും തകർക്കുന്നതാണ്. ഇരുവേറ്റി പറഞ്ഞ പോലെ കറുത്ത പൂച്ച ഭഷ്ടം, പട്ടി ഭഷ്ടം, പാമ്പ് ഭഷ്ടം, പല്ലി ഭഷ്ടം. ഏതു ജീവനെ കണ്ടാലും പേടി. ജീവനെ മാത്രമല്ല, അവനാൻ്റെ മുഖം കണ്ണാടി കണ്ട അതിനും പേടി. കാരണം ഇത് ഞാൻ തന്നെയാണോ? അല്ല, അപ്പം ഞാനേതാ? അതോ ഇതോ? ആ കോലത്തിൽ തീർന്നില്ല. ഭാര്യയെ ഉറപ്പില്ല, മക്കളെ ഉറപ്പില്ല, ബാപ്പാനെ ഉറപ്പില്ല, ഉമ്മാനെ ഉറപ്പില്ല, നാട്ടിലാരും ഉറപ്പില്ല. ഈ വിശ്വാസ ചൂഷണം ചെയ്തുകൊണ്ട് പലരും പല അതിക്രമങ്ങളും ചെയ്ത് ഇന്ന് ഇരുമ്പടികൾ എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചു ഈ ഒരു പ്രമേയമെങ്കിലും ഇവർ അന്വർത്ഥമാക്കും, അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം അന്വർത്ഥമാക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ തെറ്റിയില്ല, പാരമ്പര്യം തെറ്റിയില്ല. ആ അറിവ് സമാധാനത്തിന് എന്ന പ്രമേയത്തെ പൂർണ്ണമായ തോതിൽ വിശദീകരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി സംസ്ഥാന സമ്മേളനം പിടിച്ചു കൂട്ടി കോട്ടക്കൽ രണ്ടത്താണ്. അവിടെയാണ് പ്രത്യേക കൗൺസിലിംഗ് സെന്റർ, പുളിക്കലിൽ വരാനിരിക്കുന്ന കൗൺസിലിംഗ് സെന്ററിൻ്റെ സമ്മേളന മോഡൽ കരുതിയിരുന്നോളി. ആണും പെണ്ണും ഒക്കെ കരുതിയിരുന്നോളി, ഒക്കെ സഹിക്കേണ്ടി വരും. ആ കൗൺസിലിംഗ് സെന്ററിൽ സമ്മേളന നഗരിലുള്ള ഒരു വളണ്ടിയറായ ഒരു സഹോദരി തൻ്റെ മകൾക്ക് എന്തോ ചില പേടിയോ മറ്റോ ഉണ്ട്, അതൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി പോയതാണ്. കൗൺസിലിംഗ് അല്ലേ. ചെന്നപ്പോൾ എന്താ വിവരം? ഇത് കണ്ണേറ് പറ്റിയതാണ്, ഇത് കണ്ണേറ് പറ്റിയതാണ്. ആ കണ്ണേറിനെ കുറിച്ച് ഇവരുടെ ഒരു മഹാ നേതാവുണ്ട്,
മൂപ്പര് ചില പ്രത്യേക കാര്യങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന ആളാണ്. വിപ്ലവം സൃഷ്ടിച്ചവർക്ക് പത്രങ്ങളിലൊക്കെ വരാറുണ്ട്, ചാനലുകൾ വരാറുണ്ട്, ചില വനിതാ കമ്മീഷൻ്റെ ആൾക്കാരൊക്കെ അതിനെതിരെ പ്രതികരിക്കാറുണ്ട്. അങ്ങനെ ചരിത്രം ഇടക്കിടക്ക് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പണ്ട് ഈ കണ്ണേറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മളെ ബഹുമാന്യനായ, മോശപ്പെടുത്താൻ പാടില്ല, ബഹുമാന്യം തന്നെയാണ്, വയസ്സിൽ ആദരിക്കണം ഒക്കെ വേണം, സുഹൈർ മൗലവി കണ്ണേറിനെ കുറിച്ച് 4 വാചകം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. കണ്ണിന്റെയും നാവിന്റെയും വിഷയങ്ങളാണ്. പലയിടങ്ങളിലും നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് പറയാൻ ഒരുങ്ങുമ്പോഴത്തിന് അത് നാവാറാണ്, കണ്ണേറാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോ കണ്ണുകൊണ്ട് നോക്കിയാൽ മച്ചിങ്ങ ചാടുക, മാങ്ങ ചാടുക, തേങ്ങ ചാടുക, ചക്ക ചാടുക, ആളുകൾ മരിച്ചു പോവുക, തെങ്ങിന്റെ മണ്ട കാഞ്ഞു പോവുക. ഇത്ര വലിയ കഴിവുള്ള ആളാണെങ്കിൽ നമ്മൾ അതിർത്തി സേനയെ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് പോറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ അവനെ നിർത്തിയാൽ മതി. പാകിസ്ഥാൻ സേനയെ ഏത് സേനയും ഒറ്റ സെക്കൻഡ് കൊണ്ട് കാഞ്ഞു പോകില്ലേ? എന്നാ ഈ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയൊക്കെ മരിക്കും.